ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഇടുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ചെമ്മീൻ അടയാണ്. ചെമ്മീനിലെ അട നല്ല സോഫ്റ്റും ടേസ്റ്റൊക്കെ ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീനിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇത്രയും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റെങ്കിലും അങ്ങനെ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി സവാളയും തക്കാളിയും പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞ് വെക്കണം. ഇനി നമുക്കത് ആ ചെമ്മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ചൂടാക്കിയത്. അതിലേക്ക് ഇത് ഇട്ടിട്ട് സാധാരണ നമ്മൾ ചെമ്മീൻ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള മസാലകളാണ് ഞാൻ ആദ്യം ഫ്രൈ ആക്കണമെങ്കിൽ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ബാക്കി ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കും, അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കും കേട്ടോ. ഇപ്പോൾ ഇത്രയും ഒന്നും ഞാൻ അടയിൽ എടുക്കണില്ല. അപ്പോൾ ഇതിന്ന് കുറച്ച് ഭാഗം എടുത്ത് ഒരു പോർഷൻ എടുത്തിട്ടാണ് ഞാൻ അട ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ഒരു ബാച്ച് ഞാൻ പൊരിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കാം. അതേ എണ്ണയിൽ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും കൂടെ ആദ്യം ഒന്ന് വഴറ്റുക. ആ എണ്ണയിലുള്ള മഞ്ഞളും ഒക്കെ ഉള്ളത് കൊണ്ടാട്ടോ, മസാലയിലുള്ള മഞ്ഞളുടെ കളറാണ് അതിൽ വന്നിരിക്കുന്നത് കേട്ടോ ഉള്ളിൽ. ഇനി അതൊന്ന് വാടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി ഇത്രയും ചേർത്ത് ഇളക്കുക. ഞാൻ ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ഇപ്പോൾ ചേർക്കണമെന്നില്ല. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്തില്ലേ, അതേപോലെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ട് 2 ടീസ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുക. അതൊക്കെ എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മല്ലിയിലയും കൂടെ തൂവിയിട്ട് ഇതിപ്പോൾ എല്ലാം വഴണ്ടി വന്നിട്ടുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് പൊരിച്ച് വെച്ചാൽ ചെമ്മീൻ അതിലേക്കിട്ട് ഇളക്കാം. ഇത്രയുള്ളതൊന്ന് അടച്ചൊരു 2 മിനിറ്റ് വെച്ചാൽ മതി. ഈ മസാല നമുക്ക് വേണമെങ്കിൽ ചോറിനും ഒക്കെ എടുക്കാം കേട്ടോ, ചെമ്മീൻ റൈസ് ഉണ്ടാക്കാനൊക്കെ എടുക്കാം. ഇപ്പോൾ അതായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് അവിടെ വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഈ അട ഉണ്ടാക്കാനായിട്ടുള്ള വാഴൻ്റെ ഇല വേണം. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പറമ്പിൽ കുറേ വാഴയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നോക്കുമ്പം ഒരു ഡാമേജ് ഇല്ലാത്തൊരു ഇല കാണാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറമ്പ് മുഴുവൻ തപ്പിത്തെരഞ്ഞ് നടക്കുക കേട്ടോ. അവസാനം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പീസ് വാഴൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തുകൊണ്ട് പോയിട്ട് നന്നായി ഒന്ന് കഴുകി വെക്കാം. ഇനി അടിയിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് തേങ്ങ വേണം. ഞാനിപ്പോൾ ഒരു തേങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിൽ ജാറിലേക്ക് ഇട്ടു. പിന്നെ ഒരു 4 വെളുത്തുള്ളി, കുറച്ച് വലിപ്പമുള്ള വെളുത്തുള്ളി ഇല്ല കേട്ടോ, അത് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇത്രയും ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട. അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ചതഞ്ഞാൽ മതി കേട്ടോ, അരയണ്ട. പിന്നെ അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് എത്ര അടയാണോ ഉണ്ടാക്കുന്നതിന് ആവശ്യമുള്ള ചെമ്മീനിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചെമ്മീൻ മസാല, ആ മസാല കൊടുക്കാൻ ആ ചെമ്മീൻ ജാറിലേക്ക് ഇടാം. ഞാനിപ്പോൾ കുറച്ച് വലിപ്പത്തിലുള്ള 4 അട ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള ചെമ്മീനും ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരക്കരുത്, ജസ്റ്റ് ഒരു പൾസ് ചെയ്താൽ മതി. ഇനി നമുക്കത് ആ തേങ്ങേൻ്റെ കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു അടക്കുള്ള ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടക്ക് വേണ്ടിയിട്ട് ഞാൻ പത്തലിൻ്റെ പൊടിയാട്ടോ എടുത്തത്, പച്ചരിയല്ല, പത്തലിൻ്റെ പൊടിയാണ്. അതിപ്പോൾ അജ്മീടെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അജ്മീടെ പത്തൽപ്പൊടി ഇപ്പോൾ എല്ലാവരുടെയും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായി ഉപ്പ് എല്ലായിടത്തും ആവണ പോലെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് തിളച്ച വെള്ളമല്ല ഒഴിക്കേണ്ടത്, കുറച്ച് ചൂടുള്ള വെള്ളം, നമുക്ക് തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുണ്ടാവുമല്ലോ, അങ്ങനത്തെ വെള്ളമാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചത്. അത് ആവശ്യത്തിന് ഒഴിക്കുക. എന്നിട്ടൊന്ന് നന്നായി കൈവച്ച് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിരിക്കണം കേട്ടോ, നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവ് പോലെ അത്രയും സോഫ്റ്റിൽ വേണം ഇത് കുഴക്കാൻ. ഇനി നമുക്ക് ഒരു പീസ് വാഴൻ്റെ ഇല വാട്ടിയെടുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് വലിയ ഉരുള തന്നെ എടുത്തിട്ടുണ്ട്. അത് നല്ല തിന്നായിട്ട് പരത്താം, നല്ലോണം തിന്നായിട്ട് വേണം പരത്താൻ. എന്നിട്ട് ഒരു സൈഡിൽ നമ്മുടെ ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഒറ്റ സൈഡിലാക്കിയാൽ മതി. ഇനി അത് മടക്കി കൊടുക്കുക, സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ. പിന്നെ അരിക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ സമയം തന്നെ ഞാൻ സ്റ്റീമർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് അത് സ്റ്റീമറിലേക്ക് ഇടാം. ഇപ്പോൾ ഞാനത് ഡിന്നറിൻ്റെ ആവശ്യത്തിനാണ്, ഒരു വലിയ അട ഒരു 4 ഞാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു അളവ് അതിനനുസരിച്ച് നിങ്ങൾ എത്രയാണോ അട ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കിയാൽ മതി. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ്, 15 to 20 മിനിറ്റ്, ഞാൻ 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആയിട്ടോ. ഇത് നല്ല ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്, ഒരു പ്രത്യേക സ്മെല്ലാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഇലയടൻ്റെ അല്ല, ഇതാ ഒരു ചെമ്മീൻ്റെയും ആ തേങ്ങയുടെയും ഒക്കെ കൂടെ ആയിട്ട് നല്ലൊരു സ്മെല്ലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അട ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ വൈകുന്നേരം ചായക്ക് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു അടയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.